ഹായ്, എൻ്റെ പേര് റിറ്റു. ട്രിവാൻഡ്രത്തുള്ള മൗര്യ രാജധാനി ഹോട്ടലിൻ്റെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. നമ്മളിന്നിവിടെ ഒരു സ്പെഷ്യൽ ചാട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചാട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന റാംബാബു യാദവ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയെ ബീഹാറിൽ നിന്ന് നമ്മൾ ഈ ചാട്ടിൻ്റെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് കൊണ്ടുവന്നതാണ്. പുള്ളി എങ്ങനെയാണ് ഈ ചാട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പൂരിയാണ് സാധനം. ഇത് റവ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. റവയ്ക്കകത്ത് ശകലം സോഡാപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നല്ല ഈ ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പോലെ കുഴച്ചിട്ട് ചെറിയ ബോൾസായിട്ട് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരന്ന പോലെ ചെറിയ റൗണ്ടിൽ പരത്തിയെടുത്തിട്ട് സൺഫ്ലവർ ഓയിലിനകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണത്. അത് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കി ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യുന്നത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോയ്ക്കകത്ത് നമ്മൾ ചാട്ട് മസാല, മുളക് പൊടി, ജീര പൗഡർ, പിന്നെ ബ്ലാക്ക് സാൾട്ട്, ബ്ലാക്ക് പെപ്പർ, ഇത്ര സാധനം മിക്സ് ചെയ്ത ഒരു മിശ്രിതമാണിത്. ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യാൻ പോകുന്നത്. സ്വീറ്റ് കേടാണിത്. സാറിന് നമ്മുടെ തൈരാണിത് സാധനം. ഇതിനകത്തേക്ക് നമ്മൾ ഷുഗർ കുറച്ച് ആഡ് ചെയ്തതാണ്. അതും കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇത് അടുത്ത നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഇത് മിക്സറാണ് സാധനം. കടലമാവാണ്. കടലമാവ് വെള്ളത്തിൽ കുഴച്ച് കുറച്ച് ഉപ്പ് മിക്സ് ചെയ്ത് ടൈറ്റായി കുഴച്ചെടുത്ത് നമ്മൾ സാറിന് ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെയാണ് മറ്റേ ഓയിലിനകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണിത്. സാറിന് നമ്മൾ കടയിൽ കിട്ടാവുന്ന മിക്സറിൻ്റെ സെയിം ടേസ്റ്റാണിത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് സ്വീറ്റ് ചട്നിയാണിത്. ഇതിനകത്ത് നമ്മൾ ശർക്കരയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ശർക്കരയും നമ്മുടെ വാളംപുളിയുണ്ട്. വാളംപുളി ശർക്കര ഈ നമ്മൾ പായസം ഉണ്ടാക്കുന്ന പോലെ നമ്മൾ കാച്ചിയെടുക്കുകയാണ്. വെള്ളത്തിനകത്ത് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വാളംപുളി നമ്മൾ പിഴിഞ്ഞൊഴിച്ചതാണിത്. ഇതിനുള്ള മിക്സ് ചെയ്തിൻ്റെ അകത്ത് ചാട്ട് മസാല, സാൾട്ട്, ഷുഗർ, ഇഞ്ചി ഇതെല്ലാം നമ്മൾ പേസ്റ്റാക്കി എടുത്തതാണിത്. അത് നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. പുതിന ചട്നിയാണിത്. ഇത് നമ്മൾ പുതിനയില മിക്സ് ചെയ്യാതെടുത്തിട്ട് പുതിനയിലയും തൈരും കൂടെ തൈരും ഒഴിച്ച് സാൾട്ട്, ചാട്ട് മസാല, ജിഞ്ചർ, ഗാർലിക്ക് എല്ലാം ഇട്ട് പേസ്റ്റ് ആക്കിയതാണിത്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. ബ്ലാക്ക് പെപ്പർ പൗഡറാണ്. ഇത് കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. ഇത് ബ്ലാക്ക് സാൾട്ടാണ്, കറുത്ത ഉപ്പാണ്. നമ്മൾക്ക് മാർക്കറ്റിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണിത്. ഈ ബ്ലാക്ക് സാൾട്ട് കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മുടെ സാൾട്ട് ഉപയോഗിച്ചാൽ മതിയാവും. അത് നമുക്ക് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ഈ ജീരകപ്പൊടിയാണ്, ജീരകം വറുത്ത് പൊടിച്ചതാണ്. അതും കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ഇത് നമ്മുടെ സാധാരണ മുളക് പൊടിയാണ്. അതും കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് മിക്സ് ചെയ്യാം. ഇത് ചാട്ട് മസാലയാണ്, മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടുന്നതാണ്. അത് നമുക്ക് കുറച്ച് ഇതിനകത്ത് മിക്സ് ചെയ്യാം. ഇത് സവോള കൊത്തിയരിഞ്ഞാണ്. അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. മല്ലിയില അരിഞ്ഞതാണ്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ടൊമാറ്റോ ചോപ്പ് ചെയ്തതാണ്. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ദഹിപൂരി റെഡിയായി കഴിഞ്ഞു. അടുത്തത് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വേറൊരു വെറൈറ്റി ചാട്ടാണ്. സേവ് പൂരി എന്നാണ് അതിൻ്റെ പേര്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ മൈദയാണ് ഇത് സാധനം. സാറിന് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ തന്നെ മൈദയ്ക്കകത്ത് കുറച്ച് ഡാൽഡ, കുറച്ച് സാൾട്ട്, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ടൈറ്റാക്കി കുഴയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ഷേപ്പിൽ ഏതെങ്കിലും ഷേപ്പിൽ നമുക്ക് വേണേൽ പരത്തിയെടുത്ത് ചപ്പാത്തി റോളർ കൊണ്ട് പരത്തിയെടുത്തിട്ട് സൺഫ്ലവർ ഓയിലിനകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഈ ബ്രൗൺ കളർ ആകുന്നിടം വരെ, നല്ല കടക്കാകുന്നിടം വരെ, നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇത് നമ്മുടെ ആലുവാണ്, പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോയ്ക്കകത്ത് ചാറ്റ് മസാല, മുളക് പൊടി, ജീരകപ്പൊടി, ബ്ലാക്ക് സാൾട്ട്, ബ്ലാക്ക് പെപ്പർ, ഇത്ര സാധനം മിക്സ് ചെയ്തതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുകയാണ്. ചോപ്പ് ചെയ്ത സവോള ഇത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. നമ്മളിനിയും ഇതിനകത്തേക്ക് സ്വീറ്റ് ചട്നിയും ഒഴിക്കുകയാണ്. സ്വീറ്റ് ചട്നി അങ്ങനെ ഉണ്ടാക്കുന്നത് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അത് തന്നെയാണ്. അത് വീണ്ടും ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുകയാണ്. കുറച്ച് മിക്സർ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാക്കിയതാണ്. അതും ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുകയാണ്. മല്ലിയില ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുകയാണ്. കുറച്ച് ചാട്ട് മസാല ഇതിലേക്ക് ഇട്ടു. ടൊമാറ്റോ ചോപ്പ് ചെയ്തതാണ്. അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുകയാണ്. പുതിന ചട്നിയാണിത്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എല്ലാത്തിൻ്റെ മുകളിൽ ഓരോ ഡ്രോപ്പായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ബ്ലാക്ക് സാൾട്ടാണ്. ബ്ലാക്ക് സാൾട്ട് ഇല്ലേ കുഴപ്പമില്ല, സാറിന് സാൾട്ടായാലും യൂസ് ചെയ്താൽ മതിയാവും. ജീരകപ്പൊടിയാണ്. സ്വീറ്റാണ് തൈര്. സാറിന് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ തൈര് ഉണ്ടാക്കിയിട്ട് ഷുഗർ ഇതിൻ്റെ അകത്ത് ഇടുന്നേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ 2 ചാട്ട് ഐറ്റംസും റെഡി ആയിരിക്കുകയാണ്. ഒന്ന് ദഹിപൂരി, ഒന്ന് സേവ് പൂരി. ഇത് നമ്മൾ ട്രിവാൻഡ്രത്ത് സ്റ്റാച്യൂവിലുള്ള ജനറൽ ഹോസ്പിറ്റൽ റോഡിലുള്ള മൗര്യ രാജധാനിയിലെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിൽ പാർട്ട് ഓഫ് ദി ബൊഫേ ആയിട്ട് സെർവ് ചെയ്യുന്ന ഐറ്റംസാണിത്.
ഇത് നമ്മൾ ലഞ്ചിനും ഡിന്നറിനും ഇവിടെ അവൈലബിൾ ആണ്. ട്രിവാൻഡ്രത്ത് ഇപ്പം സ്റ്റാർ ഹോട്ടലുകൾ വെച്ച് നോക്കുമ്പോൾ മൗര്യ രാജധാനി മാത്രമേ ചാട്ട് സെർവ് ചെയ്യുന്നുള്ളൂ. ഇത് നിങ്ങളിവിടെ വന്ന് നോക്കേണ്ടതാണ്.